തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കുന്ന അവസാന നിമിഷത്തിൽ കേന്ദ്രത്തിന്റെ ഒരു പുതിയ നീക്കം. ഇന്ന് രാവിലെ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന എറണാകുളത്തെത്തുന്നു. എറണാകുളത്തെത്തിയ ശേഷം അദ്ദേഹം ക്രിസ്തീയ സഭാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കർദിനാൾ മാർ റാഫേൽ തട്ടേൽ ഉൾപ്പെടെയുള്ളവരുമായിട്ടാണ് ചർച്ച നടത്തുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് ഓർത്തഡോക്സ് സഭാ നേതൃത്വവുമായി ചർച്ച നടത്തും. അതിനുശേഷം അദ്ദേഹം ബിലീവേഴ്സ് ചർച്ചിന്റെ ഭാഗമായിട്ടുള്ള മെഡിക്കൽ കോളേജിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് തിരുവനന്തപുരത്ത് പോകുന്ന സക്സേന ബിഷപ്പ് തോമസ് ജെ നെറ്റോയുമായും കൂടിക്കാഴ്ച നടത്തും. ഈ കൂടിക്കാഴ്ചകളിൽ നിന്ന് യാക്കോബ സഭയെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു നിർണായകമായ കൂടിക്കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. അപ്രതീക്ഷിതമായ ഒരു കൂടിക്കാഴ്ച. കാരണം ഇതിൻ്റെ ഒരു ഷെഡ്യൂളോ ഇല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരു വിവരങ്ങളോ ഒന്നും തന്നെ മാധ്യമങ്ങൾക്കോ മറ്റോ ലഭിച്ചിരുന്നില്ല. പൊടുന്നനെ ആയിരുന്നു ഇങ്ങനൊരു തീരുമാനം. ഏതായാലും ഇന്ന് തന്നെയാണ് ഈ പ്രധാനപ്പെട്ട കർദിനാൾ മാർ റാഫേൽ തട്ടിലും ഉൾപ്പെടെയുള്ളവരുമായിട്ടൊക്കെയുള്ള കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടക്കുന്ന കൂടിക്കാഴ്ച അതീവ നിർണായകമായ കൂടിക്കാഴ്ച തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഇന്നത്തെ ദിവസമാണ് ഈ വിവിധ സഭാ നേതൃത്വങ്ങളുമായി വിവിധ ഇടങ്ങളിലാണ് കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.